മനസൂയ എന്നോട് ചോദ്യം ചോദിച്ചിരിക്കുന്നു. ശ്രീവരാഗം ബാലകൃഷ്ണൻ്റെ നിര്യാണം വാർത്തയില്ലേ എന്ന് ചോദിക്കുന്നു. അദ്ദേഹം നമുക്ക് ഇന്നലെ നമ്മൾ ആ വാർത്ത വളരെ വിപുലമായി നൽകിയിരുന്നു. അദ്ദേഹം പ്രശസ്ത തിരക്കഥാകൃത്തായിരുന്നു. എനിക്ക് വളരെ സൗഹൃദമൊക്കെ ഉണ്ടായിരുന്ന ഒരാൾ തന്നെയായിരുന്നു. അദ്ദേഹം മീഡിയ പേഴ്സണായിരുന്നു, അതുപോലെ ഒരു അധ്യാപകനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംസ്കാരം ഇന്നാണ് നടക്കുക. ഞാൻ ആകാശവാണിയിലേക്കുള്ള കാലത്തും ഒക്കെ തന്നെ ഒരുപാട് വിവർത്തനങ്ങളൊക്കെ ചെയ്യാൻ അദ്ദേഹത്തെ ഞാൻ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അപാരമായ ഭാഷാജ്ഞാനമുള്ള ഒരാളായിരുന്നു ശ്രീവരാഗം. ഇന്ന് രാവിലെ 10 മണി മുതൽ തിരുവനന്തപുരത്തെ തൈക്കാട് വസതിയിൽ പൊതുദർശനം ഉണ്ടാകും. ഇന്ന് വൈകുന്നേരം 3:30 മണിക്ക് തൈക്കാട് ശാന്തി കവാടത്തിലാണ് സംസ്കാരങ്ങൾ നടക്കുക. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഇന്നലെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. അദ്ദേഹത്തിന് 93 വയസ്സുണ്ടായിരുന്നു. മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജിലും ധനുമച്ചുപുരം VTM NSS കോളേജിലും ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ വിവിധ ഗവർണർമാരുടെ PROയായും അദ്ദേഹം അധിക കാലം, ഏതാണ്ട് 17 കൊല്ലത്തോളം പ്രവർത്തിച്ചിട്ടുണ്ട്. സ്വാതി തിരുനാൾ, സ്നേഹപൂർവ്വം മീര, അശ്വതി എന്നീ സിനിമകൾക്ക് തിരക്കഥയും സംഭാഷണവും എഴുതിയതും ശ്രീവരാഗം ബാലകൃഷ്ണനാണ്. മമ്മൂട്ടി നായകനായ എലവങ്കോട് ദേശത്തിൻ്റെ സംഭാഷണവും ശ്രീവരാഗത്തിൻ്റെതായിരുന്നു. സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ഉൾപ്പെടെ ഒരുപാട് പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ഒരുപക്ഷേ തലസ്ഥാന നഗരിയിൽ നമുക്ക് നല്ല വിവർത്തനം വേണമെങ്കിൽ ആദ്യം വരുന്ന ഒരു പേരായിരുന്നു ശ്രീവരാഗത്തിൻ്റേത്. ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ അപാരമായ അവഗാഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ശ്രീവരാഗത്തിൻ്റെ വിയോഗത്തിൽ നമുക്കുള്ള ദുഃഖവും നമ്മളിവിടെ രേഖപ്പെടുത്തുന്നു. സങ്കടകരമായൊരു വിയോഗം തന്നെയാണ്. നമ്മുടെ സാംസ്കാരിക കേരളത്തിന് ഒരു നഷ്ടം തന്നെയാണ് ശ്രീവരാഗം ബാലകൃഷ്ണൻ്റെ വിയോഗം.